ഞാൻ എടുത്തിരിക്കുന്ന പ്രോജക്റ്റ് കെമിസ്ട്രി ഓഫ് ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് എന്നാണ്. ഇതിൽ സാധാരണയായിട്ട് നമ്മുടെ കോസ്മെറ്റിക്സിനെ നമുക്ക് 5 തരമായിട്ട് തിരിക്കാൻ പറ്റും. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് കേശ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഷാംപൂ, അതുപോലെ തന്നെ ഹെയർ ഡൈ, അതാണ് ഒരു സെക്ഷൻ. ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഫേസ് പൗഡറുകളാണ്. പിന്നെ ഫേസ് ക്രീമുകൾ, ഡിയോഡ്രന്റ്, പെർഫ്യൂംസ്, പിന്നെ അതുപോലെ തന്നെ ബ്ലീച്ചിങ് ക്രീമുകൾ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന സോപ്പ്, അതുപോലെ സുറുമ, നഖക്കൂട്ടുകൾ. ഇതിനകത്ത് സോപ്പ് നമ്മുടെ ശരീരത്തിന് അഴുക്ക് കളയാനോ അല്ലെങ്കിൽ സൗന്ദര്യം കൂട്ടാനോ നമ്മൾ എന്ത് സാധനം ഉപയോഗിക്കുന്നോ അതെല്ലാം സൗന്ദര്യ വസ്തുക്കളിൽ പെടുന്നതാണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ ഓരോന്നെടുത്ത് ഇത് നമ്മൾ ഈ കോസ്മെറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിൽ ശാരീരിക പ്രശ്നവും അതുപോലെ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ പാരിസ്ഥിതിക പ്രശ്നം 3 പ്രശ്നങ്ങളും ഈ ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് നമുക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതില് ഓരോ കോസ്മെറ്റിക്സ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്യുമ്പോൾ ഞാൻ കണ്ടെത്തിയെന്ന് വെച്ചാൽ, ഉദാഹരണമായിട്ട് നമ്മുടെ സുറുമ, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഐലൈനർ, കണ്ണിൽ ഉപയോഗിക്കുന്ന ഐലൈനറിനെ കുറിച്ച് ബോംബെ കൺസ്യൂമർ സൊസൈറ്റി നടത്തിയ ഒരു 14 പഠനങ്ങളിൽ 12 എണ്ണത്തിലും ലെഡിന്റെ സംയുക്തങ്ങൾ കലർന്നിരുന്നതാണ്. ലെഡ് തീർച്ചയായിട്ടും ഒരു വിഷവസ്തുവാണ്. നമ്മുടെ കണ്ണിന് ചൊറിച്ചിലും അതുപോലെ തന്നെ കണ്ണിന് മറ്റ് സൈഡ് ഇഫക്റ്റുകളും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ ഒരു സ്റ്റഡിയിലും 86 സാമ്പിളുകൾ എടുത്തതിൽ 80 സാമ്പിളുകളിലും ലെഡിന്റെ അംശം വളരെ കൂടുതലായിട്ട് കണ്ടു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് കോസ്മെറ്റിക്സിൽ, സാധാരണ ഡിയോഡറൻസിലും അതുപോലെ പെർഫ്യൂംസിലും ഒക്കെ നമുക്ക് പാരബൻസ്, മീഥൈൽ പാരാബൻ, അതുപോലെ തന്നെ പ്രൊപ്പൈൽ പരാബൻ, ഈ പരാബിനുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഈ പരാബൻ എന്നത് ഒരു പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഈ പ്രിസർവേറ്റീവ് ആണെങ്കിൽ തന്നെയും ഇത് സാധാരണ നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ബ്രസ്റ്റ് മിൽക്കിൽ ഒരു സെക്രീഷൻ ആയിട്ട് കാണുന്നുണ്ട്. ബ്രസ്റ്റ് മിൽക്ക് സെക്രീഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇറ്റ് വിൽ റിസൾട്ട് ടു ദ ബ്രസ്റ്റ് ക്യാൻസർ. അതുപോലെ തന്നെ അത് ജനറ്റിക്കൽ പ്രോബ്ലംസിനും കാരണമാക്കുന്നുണ്ട്. പിന്നെ ആസ്മ, സിവിയർ ആസ്മയ്ക്കും അത് കാരണമാകുന്നുണ്ട്. ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. പാരാബൻസ് ഇപ്പൊ ഇതിനകത്ത് തന്നെ പലതിലും ഞാൻ പാരാബൻസ് ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനകത്ത് പല ഹാൻഡ് വാഷിലും അതുപോലെ തന്നെ ഡിയോഡറൻസിലും പാരാബൻസിന്റെ സാന്നിധ്യം ഇതിൽ ഇൻഗ്രീഡിയന്റ് ആയിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ വരുന്നതാണ് നമ്മുടെ ബ്ലീച്ചിങ് ക്രീമുകൾ. സാധാരണയായിട്ട് സ്ത്രീകള് മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകും, ബ്യൂട്ടി പാർലറിൽ ചെന്ന് ബ്ലീച്ച് ചെയ്യാറുണ്ട്. ബ്ലീച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു കളർ വരുന്നുണ്ട്. നമ്മുടെ നാച്ചുറൽ നിറം നഷ്ടപ്പെടുത്തി ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു വൈറ്റ് കളർ നമുക്ക് തരികയാണ്. ഈ ബ്ലീച്ചിങ് ക്രീമുകളിൽ സാധാരണ ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡും അതുപോലെ തന്നെ മെർക്കുറി ക്ലോറൈഡും അതുപോലെ മെർക്കുറേറ്റഡ് ലെഡുമാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വരുമ്പോൾ ഈ സാധനങ്ങളിൽ അതുപോലെ തന്നെ മറ്റൊരു സാധനത്തിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രോക്വിനോൺ ആണ്. നമ്മുടെ മെലാനിൻ എന്ന് പറയുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ ശരീരത്തിന് നാച്ചുറൽ നിറം കൊടുക്കുന്നത് മെലാനിൻ ആണ്. അത് എപ്പിഡെർമിസിനും എപ്പിഡെർമിസിനും ഇടയിലാണ് ഈ മെലാനിൻ നിൽക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് ഹൈഡ്രോക്വിനോൺ ഇതിൽ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഹൈഡ്രോക്വിനോൺ നമ്മുടെ ശരീരവുമായിട്ട് പ്രവർത്തിച്ച പ്രോമെലാനിൻ എന്ന് പറഞ്ഞ ഒരു സംഗതി ഉണ്ടാക്കുന്നു. ഈ കെമിക്കല് നമ്മുടെ ശരീരത്തിന്റെ നാച്ചുറൽ നിറം നഷ്ടപ്പെടുത്തി ശരീരത്തിന്റെ സ്കിന്നിന്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുകയാണ്. അതുപോലെ ഇതിന്റെ ഇഫക്ട് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, നോട്ട് മോർ ദാൻ 1 മന്ത് അത്രേ വരുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും ബ്ലീച്ച് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറാലിറ്റി മൊത്തമായിട്ട് നഷ്ടപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ സ്കിൻ ഒട്ടും പ്രതിരോധ ശക്തി ഇല്ലാത്തതായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് നമ്മൾ ബ്ലീച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ഈ പരസ്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് പരസ്യങ്ങളിൽ നമ്മൾ ആകൃഷ്ടരായി കഴിയുമ്പോൾ ഒരിക്കലും നമ്മുടെ കോൺഫിഡൻസിന് തന്നെ, മനസ്സിന്റെ ഒരു ധൈര്യം തന്നെ ഇല്ലാണ്ട് നമ്മൾ ഈ ഇത്രയും മേക്കപ്പുകൾ ഉപയോഗിക്കാതെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ എന്നെ എല്ലാവരും നിന്ന് ഞാൻ തള്ളിപ്പോകുക എന്നൊരു സംശയമാണ് നമുക്ക്. നമ്മുടെ കോൺഫിഡൻസിന് തന്നെ നമ്മുടെ ഈ പരസ്യങ്ങൾ സ്വാധീനിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ തലമുറയെങ്കിലും ഇതിന്റെ ആ ഒരു അതിപ്രസരത്തിൽ നിന്നൊരു മോചനം അവർക്ക് കിട്ടണം. അതുകൂടി ഈ പ്രോജക്റ്റിന്റെ പിന്നിലെ എന്റെ ഒരു ഉദ്ദേശമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ആ കുട്ടികളെ ഉപയോഗിച്ച് ഞാനൊരു സർവേ നടത്തി. അവരുടെ വീടുകളുടെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്ന് അവരൊരു സർവേ നടത്തിയപ്പോൾ ഏകദേശം 15നും 50നും വയസ്സിന് ഇടയിലുള്ള വ്യക്തികളാണ് ഈ ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഒരു ആവറേജ് ഫാമിലി തന്നെ 100 മുതൽ 200 രൂപ വരെ മിനിമം കോസ്മെറ്റിക്സിന് വേണ്ടി ഒരു മാസം അവർ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മളിപ്പോ ഒരു പോൺസിന്റെ ഒരു പൗഡർ എന്ന് പറഞ്ഞാൽ ഒരു 200 ഗ്രാമിന്റെ പൗഡറിന് 50 റുപ്പീസാണ്. സത്യത്തിൽ അതിന്റെ കോസ്റ്റ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 5 രൂപയാണ്. കോസ്മെറ്റിക്സിനെ വെച്ച് നോക്കുമ്പോൾ പൗഡറാണ് തമ്മിൽ അധികം സൈഡ് ഇഫക്റ്റുകളും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത. കാരണം പൗഡറിൽ ഉപയോഗിക്കുന്ന കെമിക്കൽസ് എന്ന് പറയുന്നത്, ഒരു പൗഡറിനെ സംബന്ധിച്ചിടത്തോളം 4 കാര്യങ്ങളാണ് വേണ്ടത്. അതിന് വ്യാപനശേഷി വേണം, തെന്നൽ ശേഷി വേണം, അതുപോലെ തന്നെ ഒട്ടിപ്പിടിക്കാനുള്ള ശേഷിയും ആഗിരണ ശേഷിയും. ഈ 4 ശേഷിയുള്ള വസ്തുക്കൾ അതിൽ മിക്സ് ചെയ്യുമ്പോൾ അതൊരു പൗഡർ ആയിട്ട്. ഇപ്പൊ സാധാരണയായിട്ട് വ്യാപനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്
ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ തെന്നലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രേറ്റഡ് മെഗ്നീഷ്യം സിലിക്കേറ്റ് ആണ്. പിന്നെ ഉപയോഗിക്കുന്നത് ഒട്ടിപ്പിടിക്കാനായിട്ട് സാധാരണ സാലിസിലേറ്റുകൾ, കാൽസ്യത്തിന്റെയോ അല്ലെങ്കിൽ മെഗ്നീഷ്യത്തിന്റെ സാലിസിലേറ്റുകളും അതുപോലെ ഒരു വൈറ്റ് ക്ലേ ഉണ്ട്, കയോലിൻ എന്ന് പറയുന്ന വൈറ്റ് ക്ലേ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ വരുന്ന ആഗിരണശേഷിയാണ്. ആഗിരണശേഷിക്ക് സാധാരണ കാൽസ്യം കാർബണേറ്റ് ഓർ മെഗ്നീഷ്യം കാർബണേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഇത്രയും സാധനങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഒരു ഫേസ് പൗഡറായി. ഇതിന്റെ വേറെ ഒരു കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചീപ്പാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ മേടിക്കുമ്പോൾ ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ ഒരു പൗഡർ നമ്മൾ മേടിക്കുമ്പോൾ പെർഫ്യൂമും അവരുടെ പരസ്യം കൂടി ആകുമ്പോൾ നമ്മൾ അതിൽ ആകർഷകരായി അത് തന്നെ ഉപയോഗിക്കണം എന്ന് നമുക്കൊരു തോന്നലാണ്. അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ വെറും 4-5 രൂപ ചെലവുള്ള സാധനത്തിന് 50-100 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങി ഉപയോഗിക്കാൻ നമ്മൾ നിർബന്ധിതരാവുകയാണ്. പിന്നെ വരുന്നത് സോപ്പാണ്. സോപ്പ് ഇതുപോലെ തന്നെ കണ്ടമാനം പരസ്യങ്ങളുള്ള ഒരു സംഗതിയാണ്, ഒരു വസ്തുവാണ് സോപ്പ്. സോപ്പിന്റെ ടോട്ടൽ ഫാറ്റി മാറ്റർ എന്ന് പറയുന്നതാണ് അതിന്റെ TFM. അതാണ് സോപ്പിന്റെ ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. അതിലടങ്ങിയിരിക്കുന്ന സോപ്പ് കണ്ടന്റ് എത്രയാണ്, അത് ഓരോ സോപ്പിലും അത് എഴുതിയിട്ടായിരിക്കും ഇത്ര % ആണ് അതിന്റെ TFM എന്നുള്ളത്. ആ സോപ്പിന്റെ TFM ആണ് ഒരു സോപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ബ്രാൻഡഡ് കമ്പനി, ഇപ്പൊ പല കമ്പനിയുടെ അടുത്ത് സ്റ്റഡി ചെയ്തപ്പോൾ TFM-ഉം സോപ്പിന്റെ വിലയും തമ്മിൽ യാതൊരു ബന്ധവും കാണുന്നില്ല. ഈ സോപ്പ് വെറും 40% ആണ് ഇതിന്റെ TFM. അതായത് 60% എങ്കിലും TFM ഇല്ലാത്തൊരു സോപ്പിനെ ഒരിക്കലും ടോയ്ലറ്റ് സോപ്പ് എന്ന് പറയാൻ പാടില്ല, നിയമപരമായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ ആ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇതിനകത്ത് വെറും ബാത്തിങ് ബാർ എന്ന് എഴുതിയത്. നമ്മൾ ഒരിക്കലും ഇത് അറിയുന്നില്ല, കുട്ടികൾക്ക് തീരെ അറിയാത്തൊരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് അവർ ബോധവാന്മാരായ തീർച്ചയായിട്ടും ഒരു സോപ്പ് അവർ കയ്യിലെടുക്കുമ്പോൾ TFM നോക്കും, അതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് അവർ എടുക്കുള്ളൂ. അപ്പൊ ഇത്രയും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ സാധനം അവര് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ വെറുതെ എഴുതി വെച്ചിരുന്നതാണ് ബാത്തിങ് ബാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിന് പക്ഷേ വില 16 rupees ഉണ്ട്. ഒരു 75 ഗ്രാമിന്റെ സോപ്പിന് 16 rupees വിലയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും TFM-ഉം വിലയും തമ്മിൽ ഒരു ബന്ധവും ഇതിനകത്ത് ഞാൻ ചെയ്ത സ്റ്റഡിയിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഫസ്റ്റ് ഗ്രേഡ് സോപ്പ് എന്ന് പറഞ്ഞാൽ എബവ് 78% TFM ഉണ്ടെങ്കിൽ ആ സോപ്പ് ഫസ്റ്റ് ഗ്രേഡ്. അതിൽ 2-3 സോപ്പാണ് എനിക്കറിയില്ല. ഇതിലൊരു ആയുർവേദിക് മിക്സ് എന്നുള്ള സോപ്പാണ്. ഇത് 85% ഇതിന് TFM കാണുന്നുണ്ട്. 70-78% സെക്കൻഡ് ഗ്രേഡ് സോപ്പിലാണ് വരുന്നത്. അതിന് താഴെ എബവ് 60-70 വരുന്നത് തേർഡ് ഗ്രേഡ് സോപ്പാണ്. അതിന് താഴെയുള്ള സോപ്പുകൾ ഒരിക്കലും നമ്മൾ ക്വാളിറ്റി സോപ്പാന്ന് പറയില്ല. സോപ്പിന്റെ പർപ്പസ്, അഴുക്ക് നീക്കുക എന്നുള്ള പർപ്പസ് അതിൽ ചെയ്യാവുന്ന ഘടകം എന്ന് പറഞ്ഞാൽ വെറും 40% മാത്രമാണ് സോപ്പ് ഇതിലുള്ളത്. ബാക്കിയുള്ളതെല്ലാം അതിന്റെ വെയിറ്റ് കൂട്ടാനുള്ള ടാൽക്ക്, അതുപോലെ തന്നെ പെർഫ്യൂംസ്, ഗമ്മ്, അതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇതിന് 75 ഗ്രാമിന്റെ ഒരു സോപ്പ് കേക്ക് ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇത്രയും വില കൊടുത്ത് ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുന്നതിലുപരിയായിട്ട് കുട്ടികൾക്ക് എന്തുകൊണ്ട് അവരുടെ സോപ്പ്, അവർക്ക് ഉപയോഗിക്കാനുള്ള സോപ്പ് അവർക്ക് സ്വയം നിർമ്മിച്ചുകൂടാ? അങ്ങനെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് കുട്ടികൾ സ്വയമായിട്ട് സോപ്പ് ഉണ്ടാക്കാനായിട്ട് അവരുടെ പാഠഭാഗത്തിൽ തന്നെ വരുന്നുണ്ട്. അവര് ഇതിന്റെ സോപ്പിന്റെ മെയിൻ ആയിട്ട് വരുന്നത് കാസ്റ്റിക് സോഡയും വെളിച്ചെണ്ണയാണ്. നമ്മൾ പ്യുവർ വെളിച്ചെണ്ണയും കാസ്റ്റിക് സോഡയും അതുപോലെ തന്നെ പെർഫ്യൂംസും കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സോപ്പ് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം. അങ്ങനെ കുട്ടികൾ സ്കൂളിൽ സോപ്പ് ഉണ്ടാക്കി അവർ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റം ഞങ്ങൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവര് സോപ്പ് ഉണ്ടാക്കി അവരുടെ ക്ലാസ്സുകളും ചുറ്റുപാടുമുള്ള ക്ലാസ്സുകളിലേക്ക് അവർ സെയിൽ നടത്തി തുടങ്ങിയിട്ടുണ്ട്. മുഴുവനായിട്ടില്ല, സ്കൂൾ മുഴുവനായിട്ട് വ്യാപിച്ചിട്ടില്ല, എന്നിരുന്നാലും അത് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഇതിന്റെ ഒരു ഭാഗമായിട്ട്. അതുപോലെയാണ് ടൂത്ത് പേസ്റ്റ് വരുന്നത്. ടൂത്ത് പേസ്റ്റിൽ ഇത് കാൽസ്യം കാർബണേറ്റ് ആൻഡ് മെഗ്നീഷ്യം കാർബണേറ്റ്, ഇതാണ് അതിലെ മെയിൻ കണ്ടന്റ്. പിന്നെ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വെച്ചാൽ അല്പം ഡിറ്റർജന്റ്, അതായത് പത വരുത്താനും അഴുക്ക് നീക്കി കളയാനും ഒരു അല്പം ഡിറ്റർജന്റ് 80 grams 124 കാൽസ്യം കാർബണേറ്റ് എടുത്താൽ 84 grams ഓഫ് മെഗ്നീഷ്യം കാർബണേറ്റ് എടുക്കണം. ഒപ്പം നമ്മൾ 18 grams ഡിറ്റർജന്റും 10 grams പഞ്ചസാര ഇത്രയും ചേർത്ത് കഴിഞ്ഞാൽ ഒപ്പം പെപ്പർമിന്റ് ഓയിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ ഒരു സോപ്പ് പൗഡർ അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റ് പൗഡർ ഉപയോഗിക്കാം. അതിലൊരു അല്പം തേനോ ഗ്ലിസറിനോ ചേർത്ത് നമുക്ക് ടൂത്ത് പേസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയൊക്കെ സൈഡ് ഇഫക്ട് ഈ കെമിക്കൽ കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കോസ്മെറ്റിക്സിന് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടൊരു അല്പം പോലും നിസ്സാര ചെലവിൽ നമുക്ക് പണ്ട് നമ്മുടെ പൂർവികർ ഉപയോഗിച്ച ആ പഴയ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇപ്പോഴും നമ്മുടെ അമ്മച്ചി അല്ലെങ്കിൽ അമ്മൂമ്മ അവരെയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പോഴും അവരുടെ സ്കിൻ അത്ര വലിയ ഒരു 70 വയസ്സായാലും 75 വയസ്സായാലും അവരുടെ മുടി നല്ല കറുത്തിരിക്കുന്നതാണ്. അവരുടെ സ്കിൻ വളരെ സ്മൂത്താണ്. അവരിതൊന്നും ഉപയോഗിച്ചിട്ടല്ല ഈ അവരുടെ സൗന്ദര്യം നിലനിർത്തിയത്. അങ്ങനെയാണ് എന്തുകൊണ്ട് അവരുപയോഗിച്ചിരുന്ന അന്നത്തെ പണ്ടത്തെ മെത്തേഡുകൾ നമുക്ക് അഡോപ്റ്റ് ചെയ്തുകൂടാ? അങ്ങനെയുള്ള അങ്ങനെ ആ ഭാഗത്തിലേക്ക് കടന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള സംഗതികൾ ഉണ്ടാക്കിയത്. ഇതിൽ നാച്ചുറൽ ബ്ലീച്ചിങ്, നമ്മൾ ഈ ബ്ലീച്ച് ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമുക്ക് നാച്ചുറലി തന്നെ നമ്മുടെ കളർ നിലനിർത്താനായിട്ട് സാധിക്കും. അതിന് നമ്മൾ വെറുതെ ഉപയോഗിക്കേണ്ടത് തേനും പാൽപ്പാടയും അതുപോലെ തന്നെ ചെറുനാരങ്ങ നീരും മാത്രം മിക്സ് ചെയ്താൽ മതി. അത് നമ്മുടെ മുഖത്ത് പരട്ടി കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ടല്ല, ഇതൊക്കെ ഒരൊറ്റ ദിവസം ക്വിക്ക് ഇഫക്റ്റ് ആണ് ഇവർ തരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും മാത്രം അതിലേക്ക് അട്രാക്റ്റീവ് ആവുന്നത്. പക്ഷെ ക്വിക്ക് ഇഫക്റ്റ് അല്ലെങ്കിലും നമ്മൾ ഒരാഴ്ച 2 ആഴ്ച അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. മാത്രമല്ല അത് ശരീരത്തിന് യാതൊരു തരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകളും ഉണ്ടാക്കുന്നത്. പിന്നെ വരുന്നത് നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. മോയ്സ്ചറൈസർ നമ്മൾ ഇതൊക്കെ ഇത്രയും ഈ ഉപയോഗിക്കുന്ന ഇതൊക്കെ മോയ്സ്ചറൈസർ ആണ്. ഇതിലൊക്കെ പാരബൻസ് ആണ് ഉള്ളത്, നമ്മൾ അറിയുന്ന പോലെയല്ലോ. പക്ഷേ നാച്ചുറൽ മോയ്സ്ചറൈസറിൽ നമുക്ക്
പഞ്ചസാരയും ഗ്ലിസറിനും അതുപോലെ തന്നെ നാരങ്ങാനീര്, ഇത് 3 മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, ആവശ്യത്തിന് എടുത്ത് നമുക്ക് പെരട്ടുകയും ചെയ്യും. അത് സൺസ്ക്രീൻ ലോഷനും അതുപോലെ തന്നെയാണ്. സൺസ്ക്രീൻ ലോഷന് വെള്ളരിക്കയും ഗ്ലിസറിനും പാലും മാത്രമേ ഉപയോഗിച്ചിരിക്കുന്നത്. അതും വെള്ളരിക്കയാണെങ്കിലും മെയിൻ ആയിട്ട് വരുന്നത്, വെള്ളരിക്ക നമുക്കറിയാവുന്നതാണ്, തണുപ്പ് നമുക്ക് പ്രദാനം ചെയ്യുന്ന സാധനമാണ്. അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമുക്ക് സ്കിന്നിൽ പെരട്ടി കൊടുക്കാവുന്നതാണ്. അല്ലെ, നാച്ചുറൽ ഫേസ് പാക്കാണ്. ഫേസ് പാക്കിൽ തേനും മുട്ടയുടെ വെള്ളയും തൈരും മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഷാമ്പു, ഹെർബൽ ഷാമ്പു. ഹെർബൽ ഷാമ്പൂല് നമുക്ക് പലതരത്തിലുള്ള ഷാമ്പു ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഉലുവയും അതുപോലെ മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും മാത്രം ചേർത്താൽ. ഉലുവ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ തലയ്ക്ക് തണുപ്പിനും അതുപോലെ കേശ സംരക്ഷണത്തിനും ഏറ്റവും നല്ലതാണ്. മുടി കണ്ടീഷൻ ചെയ്യാം, മുടി സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ ഉലുവ ഏറ്റവും നല്ലൊരു നാച്ചുറൽ ആയുർവേദിക് ഇമ്പോർട്ടൻസ് ഉള്ള സംഗതിയാണ്. അതുപോലെ തന്നെ നാച്ചുറൽ ഫേസ് മാസ്കില് തേനും മുട്ടയുടെ വെള്ളയും കടലമാവും ഗ്ലിസറിനാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് കെമിക്കൽസ് ചേർത്തുള്ള ധാരാളം ഫേസ് മാസ്കുകൾ നമുക്ക് കിട്ടും. ബ്യൂട്ടി പാർലറിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ഫേസ് മാസ്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ പല ഫേസ് മാസ്കും ചീപ്പായിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ് പലതിലും ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ കുറച്ച് പേപ്പർ കട്ടിങ്സ് എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ പെട്ടെന്നുള്ള എഫക്ട് കിട്ടിയാലും കുറച്ച് കഴിയുമ്പോൾ അതിന്റെ നാച്ചുറലി ചൊറിച്ചിൽ അല്ലെങ്കിൽ കളർ മാറ്റുക, സ്കിന്നിന് കളർ മാറ്റുക, അങ്ങനെയുള്ളതൊക്കെ വരുന്നതാണ്. പിന്നെ ഹെയർ ഡൈ ആണ്. ഇപ്പൊ നമ്മൾ ഒരു 30-35 വയസ്സാകുമ്പോഴത്തേന് ഹെയർ ഡൈനെ ആശ്രയിക്കേണ്ട ഗതികേടാണ് നമ്മൾ ഈ ഇത്തരം കോസ്മെറ്റിക്സ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. പണ്ട് കാലത്തൊക്കെ 70-75 വയസ്സ് വരെ മുടി നല്ല കറുത്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്ക് ഹെയർ ഡൈ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കാവുന്നതാണ്. നാച്ചുറൽ ഹെയർ ഡൈ 2-3 തരത്തിൽ ഉണ്ടാക്കാം. ഇവിടെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് മൈലാഞ്ചി, ചായയുടെ വെള്ളം, അതുപോലെ തന്നെ തൈര്, മുട്ട, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം എടുത്ത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തല നല്ല ഡാർക്ക് ബ്രൗണിൽ നരച്ച മുടി നല്ല ഡാർക്ക് ബ്രൗണിൽ കിട്ടും. ഇനി അത് തന്നെ ബ്ലാക്ക് ആവണമെങ്കിൽ നമ്മൾ ചിരട്ട കത്തിച്ചിട്ട് ആ കനലെടുത്തിട്ട് ആ കനലിലേക്ക് കുറേശ്ശെ മൈലാഞ്ചിയുടെ പൊടി ഇട്ട് കൊടുക്കുക. മൈലാഞ്ചിയുടെ പൊടി ഇട്ടിട്ട് ആ കനൽ കെട്ട് കഴിയുമ്പോൾ നമ്മൾ അതെടുത്ത് പൊടിച്ച് വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് എടുത്ത് വെക്കുക. അത് തലയിൽ പുരട്ടി കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞ് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല മുടി നല്ല ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഹോം മെയ്ഡ് ടൂത്ത് പേസ്റ്റ് ആണ്. ഹോം മെയ്ഡ് ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിച്ചിരുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ആണ് നമ്മുടെ മെയിൻ ഈ മേടിക്കുന്ന ടൂത്ത് പേസ്റ്റിലുള്ളത്. ഇതിലും ഞാൻ ഉപയോഗിച്ചത് കാൽസ്യം കാർബണേറ്റ് ആണ്. കാൽസ്യം കാർബണേറ്റ് ഒരല്പം ഡിറ്റർജന്റും പെപ്പർമിന്റ് ഓയിലും അല്പം ഷുഗറും മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഉമിക്കരി ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പണ്ട് കാലത്ത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്നതാണ്. ഉമിക്കരിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഉപ്പും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അവർ കൈകൊണ്ട് അമർത്തി തേക്കുകയും ചെയ്യുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ഇന്നത്തെ പോലെ പല്ല് പൊന്തുക എന്ന് പറയുന്ന ഒരു കംപ്ലൈന്റ് വളരെ കുറവായിട്ടുണ്ടായിരുന്നു. അന്ന് കൈകൊണ്ട് അമർത്തി തേക്കുന്നതുകൊണ്ട് തന്നെ പല്ല് ശരിക്കും നേരെ തന്നെ നിന്നിരുന്നു. ഇപ്പൊ നമ്മൾ ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ 10-11 വയസ്സാകുമ്പോഴത്തേനും പല്ല് പൊന്തി വരുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. പിന്നെ പല്ലിന് കേടും അതുപോലെ ഈ ഡിറ്റർജന്റ് ആണല്ലോ ഇതിൽ ഉപയോഗിക്കുന്നത്. ഡിറ്റർജന്റ് ഒക്കെ നമ്മുടെ പല്ലിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ഒരല്പം സ്റ്റെറിക് ആസിഡ് അതിൽ ചേർക്കുന്നുണ്ട്. അപ്പൊ ചിലതിനകത്ത് ഈ സ്റ്റെറിക് ആസിഡ് ചേർക്കുമ്പോഴും ആസിഡിന്റെ അംശം പല്ലിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ദ്രവീകരണ സ്വഭാവമുള്ളതാണ്, പല്ലിനെ ഓട്ടയാക്കും, കേടുവരുത്തുന്നതായിരിക്കും. പിന്നെ ഇവിടെ വെച്ചിരിക്കുന്നതെല്ലാം നമ്മുടെ കസ്തൂരി മഞ്ഞള് പാലിൽ ചേർത്ത് മുഖത്ത് മിക്സ് ചെയ്ത് മുഖത്ത് കഴിച്ചു കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല സോഫ്റ്റ്നെസ്സും നിറവും കിട്ടും. അതുപോലെ രക്തചന്ദന ആണെങ്കിൽ പാലിൽ ചേർത്തിട്ട് മുഖത്ത് ചേർത്താൽ മുഖത്തിന്റെ കളറ് എന്തെങ്കിലും ഡാർക്ക് കളറുകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് രക്തചന്ദനം. പിന്നെ നെല്ലിക്ക, ചീവയ്ക്ക ഇതെല്ലാം മുടിക്ക് കണ്ടീഷൻ ചെയ്യാനും കേശവർദ്ധനവിനും ഉപയോഗിക്കുന്നതാണ്. പിന്നെ വരുന്ന സാധനങ്ങളാണ് നമ്മുടെ നാച്ചുറൽ സുറുമ. പണ്ട് കാലത്ത് നമ്മുടെ പൂർവികരെ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ ഉപയോഗിച്ചിരുന്നതാണ് നാച്ചുറൽ സുറുമ. എന്ന് അവര് ഈ പൂവാങ്കുറുന്നില്ല അതുപോലെ കഞ്ഞുണ്ണി എന്ന 2 പച്ചമരുന്നുകൾ പിഴിഞ്ഞ് അത് ഇലയില് ഒരു വെള്ള തുണിയിൽ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അത് ഉണക്കി അത് തിരി തീർത്തിട്ട് വാഴപ്പോളയിലോ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ആ വെളിച്ചെണ്ണയിലേക്ക് അതിന്റെ തീ അല്ലെങ്കിൽ അതിന്റെ കരി ആക്കി കഴിയുമ്പോൾ കിട്ടുന്നതാണ് ഈ വെളിച്ചെണ്ണ, ഈ കൺമഷി. ഈ കൺമഷി പണ്ടൊക്കെ കൊച്ചുകുട്ടികളുടെ കണ്ണെഴുതാൻ ഈ കൺമഷി ഉപയോഗിക്കാറില്ല. കാരണം ഇന്നത്തെ കൺമഷിയിൽ ഞാൻ പറഞ്ഞു പല സ്റ്റഡീസിലും കാണുന്നത് ലെഡിന്റെ സംയുക്തങ്ങളും സിൽവർ നൈട്രേറ്റിന്റെ സംയുക്തങ്ങളാണ് കാണുന്നത്. രണ്ടും വളരെ ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കൺമഷിയിലേക്ക് കുട്ടികളെ നമ്മൾ തിരിച്ചുവിടുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിനകത്ത് വരുന്നത് തുളസി അതുപോലെ തന്നെ വളരെ കുറച്ച് പച്ചമരുന്നുകളാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. തുളസിയുണ്ട്, ചെമ്പരത്തി ഉണ്ട്, നല്ലൊരു താളിയാണ് ചെമ്പരത്തി. അതുപോലെ ഈ നീരോലി എന്ന് പറയുന്നത് രണ്ടും ഇടിച്ചു പിഴിഞ്ഞ് നമ്മൾ താളിയായിട്ട് നമ്മുടെ അമ്മമാരും പൂർവികരും ഉപയോഗിച്ചിരുന്നതാണ്. പിന്നെ ആര്യവേപ്പ് നമുക്ക് രക്തശുദ്ധിക്കും അതുപോലെ ചർമ്മരോഗത്തിനും ഏറ്റവും നല്ലതാണ്. കറ്റാർവാഴ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. കറ്റാർവാഴ
എണ്ണ കാച്ചി മുടി വളരാനായിട്ട് നല്ലൊരു മരുന്നാണ്. അതുപോലെ തന്നെ മൈലാഞ്ചി എണ്ണ ഉപയോഗിക്കുമ്പോൾ നമുക്ക് മൈലാഞ്ചി മുടി നീളം വയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനും തണുപ്പ് കിട്ടാനും മൈലാഞ്ചി എണ്ണ നല്ലതാണ്. വേപ്പിലയുടെ എണ്ണ അതുപോലെ വേപ്പിലയിട്ട് കാച്ചിയ എണ്ണയാണ്. ഇതും മുടിക്ക് നല്ല നീളം വയ്ക്കാനും കളർ കിട്ടാനും തിളക്കം കിട്ടാനും നല്ലതാണ്.